നടൻ ദുൽഖർ സൽമാൻ്റെ അടുത്തതായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് ലക്കി ഭാസ്കർ. സിനിമ ഈ വർഷം സെപ്റ്റംബർ 27-നാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. വെങ്കി അതിലൂരിയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇതിനോടകം തന്നെ പുറത്ത് വിട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 28-നാണ് നടൻ ദുൽഖർ സൽമാൻ്റെ ജന്മദിനം. ജന്മദിനത്തോടനുബന്ധിച്ചായിരിക്കും ഒഫീഷ്യൽ ട്രെയിലർ അപ്ഡേറ്റ് പുറത്ത് വരാൻ പോകുന്നതെന്നാണ് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ റിലീസിന് വേണ്ടി. ബാഹുബലി, RRR എന്നീ സിനിമകൾക്ക് ശേഷം SS രാജമൗലി അടുത്തതായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നത് മഹേഷ് ബാബുവിനെ നായകനാക്കിക്കൊണ്ടായിരുന്നു എന്ന് റൂമർ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ഭാഗത്ത് കൂടുതലധികം റൂമർ അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നടൻ പൃഥ്വിരാജ് സുകുമാരനായിരിക്കും ഈ ഒരു സിനിമയിൽ വില്ലൻ കഥാപാത്രമായി എത്താൻ പോകുന്നതെന്ന് റൂമർ അപ്ഡേറ്റുകൾ ഇപ്പോൾ പറയുന്നു. അതേസമയം പുറത്ത് വന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ്, പൃഥ്വിരാജ് സുകുമാരനല്ല ഈ ഒരു സിനിമയിൽ വില്ലനായി എത്താൻ പോകുന്നത്, ബോളിവുഡിൽ നിന്നുമുള്ള ഹൃത്തിക് റോഷൻ ആണെന്നാണ് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത്. എന്തായാലും സിനിമയുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം. അടുത്തൊരു OTT അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ മലയാള സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സിനിമയും കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു തിയേറ്ററുകൾ എത്തിയിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്ക് നല്ലൊരു റിവ്യൂ ആദ്യ 2 ദിവസങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സിനിമ പിന്നീട് പരാജയത്തിലേക്കാണ് ബോക്സ് ഓഫീസിൽ കുതിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 5-ാം തീയതി, അതായത് മറ്റന്നാൾ സോണി ലീവിലൂടെ ആയിരിക്കും സിനിമ OTT റിലീസിന് എത്താൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ OTT റിലീസിന് വേണ്ടി.